ഉൽപ്പത്തി 8 അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, and God remembered Noah. ദൈവം നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. The Lord was remembered him. The Lord remembered Noah. ദൈവം നോഹയെ ഓർത്തു. ചിലർ പറയും ദൈവം അന്നേരം മാത്രമാണോ ഓർക്കുന്നത്? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല അതിന്. നോഹയ്ക്ക് ദൈവത്തോട് ദീർഘവർഷങ്ങളായുള്ള ബന്ധമാണ്, കുറച്ച് നാളുകളായിട്ടുള്ള ബന്ധമല്ല. നോഹയ്ക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായ, കൃപ ലഭിച്ച മനുഷ്യനാണ്. പക്ഷെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ഒരു പ്രത്യേക മൊമെന്റിൽ, ആ മാസത്തിൽ ദൈവം നോഹയെ ഓർത്തു. Thank you, Holy Spirit. ആഴിയുടെ ഉറവകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. നിലനിന്നിരുന്ന വലിയ ഒരു പ്രളയം, വലിയ ഒരു മഹാമാരി നോഹ ഒഴിഞ്ഞു പോകുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്കും ലോകം അതിന്റെ അവസാനത്തിലേക്കും നീങ്ങുകയാണ്. 2024 ജൂലൈ മാസത്തിൽ കൊട്ടാരക്കര ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ, ജൂലൈ ഓർ സെപ്റ്റംബർ, ഐ ഡോണ്ട് നോ, ഓഗസ്റ്റ്, നോ, വിച്ച് മന്ത് ഐ പ്രൊഫസർ, ഐ തിങ്ക് ജൂലൈ, ദ മന്ത് ഓഫ് ജൂലൈ, ഫ്രൈഡേ, ഒരു ഫ്രൈഡേ മീറ്റിംഗിൽ കർത്താവ് ശക്തമായി ചില ആലോചനകൾ അറിയിച്ചു. ഇന്ന് കണ്ട പ്രളയങ്ങളും ഇന്ന് കണ്ട വേദനാജനകമായ അനിഷ്ട സംഭവങ്ങളും കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. വീണ്ടും ഇതെല്ലാം ആവർത്തിക്കപ്പെടും. പക്ഷെ ദൈവം ചിലരെ ഓർക്കും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാം വാക്യം. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത്. ഉൽപ്പത്തി 19:29 പറയുന്നു, ദൈവം അബ്രഹാമിനെ ഓർത്തു. That God remembered Abraham. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂല നാശം വരുത്തുകയാൽ ലോത്തിനെ ആ ഉന്മൂല നാശത്തിൽ നിന്ന് വിടുവിച്ചു. The month of September, the Lord will preserve you. വായ് തുറന്ന് പറഞ്ഞ്, ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കും. I release the word in the mighty name of Jesus. Thank you, Holy Spirit. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ വരുമ്പോൾ, ജെനസിസ് ചാപ്റ്റർ 30 വരുമ്പോൾ അതിന്റെ 22 മുതലുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. And God remembered Rachel. The same God is going to remember you. Amen. Hallelujah. Jesus. Thank you, Jesus. How many people are believing this? That God is going to open some new doors, some new blessings in this month, the month of September, in the mighty name of Jesus. വർഷങ്ങളായി അടഞ്ഞ ഗർഭപാത്രത്തെ, റേച്ചലിനെ, റാഹേലിനെ ദൈവം ഓർത്തു. A September to remember. Amen. God shall remember you. Yes. Amen. How many people believe? എത്ര പേർ അത് വിശ്വസിക്കുന്നു ഇന്ന്? ദൈവം റാഹേലിനെ ഓർത്തു. അവളുടെ അപേക്ഷ കേട്ടു. അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ഇനിയും എനിക്കൊരു മകനെ തരുമെന്ന് പറഞ്ഞവന് യോസഫ് എന്ന പേരിട്ടു. The mighty name of Jesus. രാജാക്കന്മാർക്ക് വേണ്ടി
പട്ടണത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, തലമുറകളുടെ ഉയർന്ന ബ്ലസ്സിങ്ങുകൾക്ക് വേണ്ടി ദൈവം ചില വാതിലുകളെ തുറക്കുന്ന ഞാൻ I am going to bless your generation. Mighty testimonies is coming. Yes. Amen. Hallelujah. ദൈവം നോഹയെ ഓർത്തപ്പോൾ Yes. നോഹയ്ക്ക് പറയാനൊരു സാക്ഷ്യമുണ്ടായി. ദൈവം അബ്രഹാമിനെ ഓർത്തപ്പോൾ അബ്രഹാമിന് പറയാനൊരു സാക്ഷ്യമുണ്ടായി. ദൈവം റേച്ചലിനെ, റാഹേലിനെ ഓർത്തപ്പോൾ റാഹേലിന് പറയാനൊരു സാക്ഷ്യമുണ്ടായി. ദൈവം എൽക്കാനയും ഹന്നയും ഓർത്തപ്പോൾ ഹന്നായിക്ക് പറയാനൊരു സാക്ഷ്യമുണ്ടായി. ഈ ദൈവം നിന്നെ ഓർക്കുന്ന, നിന്നെ ഓർത്ത്, നിന്റെ വാഗ്ദത്തത്തെ ഓർത്ത് പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ I receive this word. Lord, I receive your promises in the name of Jesus. I will receive it. ദീർഘവർഷങ്ങളായി തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന, ദീർഘവർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ the month of September they are going to see the greater deliverance. Yes, amen. Testimonies is going to happen. Receive it. ജീവിതത്തിൽ ഒരു പുതുവഴി തുറക്കപ്പെടുവാൻ. Yes. Genesis chapter 30 verse 22. The Lord remembered Rachel and opened her womb. Yes. Opened. Amen. I can see the open heaven. Hallelujah. ഞാൻ തുറന്ന ഒരു സ്വർഗ്ഗത്തെ Yes. ഞാൻ സഭയുടെ മേളിൽ, Amen. സഭയ കുടുംബങ്ങളുടെ മേളിൽ, Amen. എന്റെ കൂട്ടുവേലക്കാരുടെ മേളിൽ, എന്റെ ആത്മീക പുത്രന്മാരുടെ പുത്രിമാരുടെ മേളിൽ, all my spiritual sons and daughters I receive it. and all the followers and all my brothers and sisters, I release upon you. എന്റെ സഹോദരിമാരുടെ മേൽ, സഹോദരന്മാരുടെ മേൽ, എന്റെ കൂട്ടുവേലക്കാരുടെ മേൽ, Yes. ഇപ്പോൾ എന്നെ കാണുന്ന, ഓൺലൈനിൽ എന്നെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ മേളിൽ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. Receive it. Receive it. ഹല്ലേലൂയ. Hallelujah. ദൈവം റേച്ചലിനെ ഓർത്തപ്പോൾ ബൈബിൾ പറയുന്നു അവളുടെ നിന്ന ദൈവം നീക്കിക്കളഞ്ഞു. Amen. മുൻകഴിഞ്ഞ മാസങ്ങളിൽ, മുൻകഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി നിന്ദകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, കഷ്ടതകളിലൂടെ, പ്രതികൂലത്തിലൂടെ ഒക്കെ കടന്നുപോയ ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ മാത്രം കണ്ടവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വാക്ക് റിലീസ് ചെയ്യുന്നു. God is going to open. Amen. I receive it. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, നിനക്ക് പറയാൻ ഒരു സാക്ഷ്യം ദൈവം തരും. Hallelujah. The month of September. Yes. Remember. Yes. സങ്കീർത്തനം 138 ആറാമത്തെ 36 23 വാക്യത്തിൽ ബൈബിൾ പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സെപ്റ്റംബർ, the month of remember. Amen. എന്റെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. Hallelujah. Yes. I release this word. Amen. Who believe? Yes. ആര് വിശ്വസിക്കുന്നു? Yes. ഞാൻ പ്രസംഗിക്കുന്ന ഈ തിരുവെഴുത്തുകൾക്കകത്തുള്ള മുഴുവൻ നന്മകളും, ഒരു അഭിഷിക്തൻ, ഒരു പ്രവാചകൻ വാഗൊണ്ട് വിളിച്ചു പറയുന്ന സകല അനുഗ്രഹത്തിന്റെ വാക്കുകളും Yes. Amen. വിമർശിക്കുന്നവർക്കോ കളിയാക്കുന്നവർക്കോ അതിൽ കുറ്റം കണ്ടുപിടിക്കുന്നവർക്കോ ഉള്ളതല്ല. Yes. അത് മുഴുവൻ വിശ്വസിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ്. Hallelujah. വിശ്വസിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ്.
വിശ്വസിക്കുന്നവർക്ക് മാത്രം ഉള്ളത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഈ സെപ്റ്റംബർ മാസം ദൈവം നിന്നെ ഓർക്കുന്ന മാസമായിരിക്കും. ഒന്ന് ശമൂവേൽ 1:19 ബൈബിൾ പറയുന്നു, അനന്തരം അവൻ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം റാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നായെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. The Lord remembered Hannah. യഹോവ അവളെ ഓർത്തു. 20 പറയുന്നു, ആ ആണ്ട് കഴിഞ്ഞിട്ട് അന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ് അവന് സാമുവേൽ എന്ന പേരിട്ടു. The month of September, God is going to remember your prayers. ദൈവം നിന്റെ പ്രാർത്ഥനകളെ ഓർക്കുന്ന. God is going to remember your prayers. In the mighty name of Jesus, I release it in the mighty name of Jesus. Shaba ba 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 barakata ba ba ba. Psalms 108, 105 സങ്കീർത്തനം 105 42 105 സങ്കീർത്തനം 42 അവൻ തന്റെ വിശുദ്ധ വചനത്തെയും തന്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. For he remembered his holy word, Abraham his servant. ദൈവം തന്റെ ദാസനായ അബ്രഹാമിനെ തന്റെ വചനങ്ങളെയും ഓർത്തു. The month of September, the month of remember. The God is going to remember what declared in his presence, what received in his presence. നിങ്ങൾ ദൈവസന്നിധിയിൽ എന്ത് സ്വീകരിച്ചു, അവന്റെ വചനങ്ങളിൽ നിന്നും നിങ്ങൾ എന്ത് പ്രഖ്യാപിച്ചു, നിങ്ങൾ നിങ്ങളുടെ അധരത്തിൽ എടുത്ത് നിങ്ങളുടേതാക്കി മാറ്റിയ മുഴുവൻ വചനങ്ങളെയും ദൈവം ഓർക്കാൻ പോവുകയാണ്. Thank you, Holy Spirit. Hallelujah. Hallelujah. Thank you, Holy Spirit. ആ കൈകളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് because of time. പിതാവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഈ സർവീസിൽ പങ്കെടുക്കുന്ന ഓൺലൈനിലും ചർച്ചിനകത്തും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ മാസത്തിന്റെ പ്രാരംഭ ദിനത്തിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നോഹയെ ഓർത്തപ്പോൾ നോഹയുടെ മുമ്പിൽ ഒരു പുതിയ സീസൺ, ഭൂമിയിൽ തന്നെ ഒരു പുതിയ സീസൺ ഓപ്പൺ ആയി വന്നു. ദൈവം അബ്രഹാമിനെ ഓർത്തു. ദൈവം റാഖേലിനെ, റേച്ചലിനെ ഓർത്തു. അവളുടെ നിന്ന മാറിപ്പോയി. അവളിലുള്ള വാഗ്ദത്തത്തെ ഓർത്തു. ദൈവം നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ ഓർക്കും. ദൈവം ഹന്നയുടെ പ്രാർത്ഥനയെ ഓർത്തു. ദൈവം നിന്റെ പ്രാർത്ഥനകളെ ഓർത്ത് അനുഗ്രഹിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വചനങ്ങളെ ഓർത്തു. നിന്റെ അധരം കൊണ്ട് നീ പറഞ്ഞ ഓരോ വാക്കുകളെയും വചനങ്ങളെയും ഈ മാസത്തിൽ ദൈവം ഓർക്കുന്നു. I can hear, I can see. Open heaven. Open heaven. In this month, open heaven. തുറക്കപ്പെട്ട ഒരു സ്വർഗം നിന്റെ ഭവനത്തിന്റെ മേളിൽ ഉണ്ടാകും. തുറക്കപ്പെട്ട ഒരു സ്വർഗം നിന്റെ സഭയുടെ മേളിൽ ഉണ്ടാകും. തുറക്കപ്പെട്ട ഒരു സ്വർഗം നിന്റെ ശുശ്രൂഷയുടെ മേലുണ്ടാകും. തുറക്കപ്പെട്ട ഒരു സ്വർഗം നിന്റെ സാമ്പത്തികത്തിന്റെ മേലുണ്ടാകും. തുറക്കപ്പെട്ട ഒരു സ്വർഗം നിന്റെ ആരോഗ്യത്തിന്റെ മേലുണ്ടാകും. തുറക്കപ്പെട്ട ഒരു സ്വർഗം നിന്റെ സകല വഴികളിലും ഉണ്ടാകും. തുറക്കപ്പെട്ട ഒരു സ്വർഗം നിന്റെ തലമുറകളുടെ മേലുണ്ടാകും. ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം
Open heaven. Rabayana mama 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 shara baba baba. Receive it, your blessings. In the mighty name of Jesus. In the mighty name of Jesus. Shakata baba baba. Rikata baba baba baba. Shana mama 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 katana baba. Libra kata baba baba katana baba. Libra kata baba baba. Shuta baba baba baba. Rikata kata kata kata. Shuta baba baba baba. Shuta baba kata kata. Riba na 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 na. ഒന്നാമതായി അന്ന് തന്നെ അവരിൽ 2 പേർ, നിങ്ങൾ ആ വാക്യം കണ്ടോ? 13-ാമത്തെ വാക്യത്തിൽ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരത്തുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും. ആരാണ് ഈ 2 പേർ? അതാദ്യം പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് താഴേക്ക് വരാം. എന്നാലേ ഈ വചന ശുശ്രൂഷ ഞാൻ എന്താണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നോർമലി പൊതുവെ നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ 2 ശിഷ്യന്മാർ എന്നാണ്. എന്നാൽ ഞാനിവിടെ ഇവരെ നോക്കുമ്പോൾ ഇവർ യേശുവിനെ അനുഗമിച്ചവരാണ്. ഇവർ കർത്താവിൻ്റെ ശുശ്രൂഷയിലും കർത്താവിൻ്റെ മിനിസ്ട്രിയിലും ഒപ്പം നിന്നവരാണ്. പക്ഷെ യേശു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളവരല്ലായിരുന്നു ഇവർ 2 പേർ. ആരാണ് ഈ 2 പേർ? അതിലൊരാളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. വാക്യം 18 ക്ലയോപ്പാവ് എന്ന് പേരുള്ളവൻ. ഒരാളുടെ പേരെന്താണ്? ക്ലയോപ്പാവ്. അപ്പൊ ഈ ക്ലയോപ്പാവിന്റെ കൂടെ നടക്കുന്ന, ക്ലയോപ്പാവിന്റെ ഒപ്പം നടക്കുന്ന രണ്ടാമത്തെ വ്യക്തിത്വം, രണ്ടാമത്തെ ആള് ആരാണ്? അത് നമ്മൾ സാധാരണ പഠിപ്പിക്കുന്നത് ക്ലയോപ്പാവിനോടൊപ്പം മറ്റൊരു പുരുഷനാണ് നടന്നത്, അല്ലെങ്കിൽ മറ്റൊരു ശിഷ്യനാണ് നടന്നത് എന്നുള്ളതാണ്. പക്ഷേ വചന അടിസ്ഥാനത്തിൽ നാം ഇത് മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ക്ലയോപ്പാവിനോടൊപ്പം രണ്ടാമതുണ്ടായിരുന്നയാള് ക്ലയോപ്പാവിൻ്റെ ഭാര്യയാണ്. നമ്മൾ സാധാരണ 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ക്ലയോപ്പാവിനോടൊപ്പം രണ്ടാമതായി കൂടെ നടന്നയാള് ക്ലയോപ്പാവിൻ്റെ ഭാര്യയാണ്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം, നിങ്ങൾക്കൊരു സംശയം. ക്ലയോപ്പാവ് എന്ന് പറയുന്ന മനുഷ്യന് ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. യോഹന്നാൻ 19:25. The Gospel of John chapter 19 verse 25. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയം. ക്ലയോപ്പാവിൻ്റെ ഭാര്യയുടെ പേരെന്നാ? മറിയം. മഗ്ദലക്കാരത്തി മറിയോ നിന്നിരുന്നു. അപ്പോൾ ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയം എവിടെ വരെ ഉണ്ടായിരുന്നു? യേശു കർത്താവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിൽ വരെ ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ കുറച്ചു നേരം ഒന്ന് സഹകരിക്കണം. എനിക്ക് ഈ വചനം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമോ? ഹല്ലേലൂയ. അപ്പൊ ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറിയം യേശുവിൻ്റെ കുരിശിന്റെ ചുവട് വരെ വരണമെങ്കിൽ, ഇപ്പൊ ആ സഹോദരി നിൽക്കുന്നത് യേശുവിൻ്റെ അമ്മയായ, അല്ലെങ്കിൽ യേശു കർത്താവിന് ജനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു ഉദരം കണ്ടെത്തിയ, യേശുവിനെ പ്രസവിച്ച മറിയത്തിൻ്റെ അടുത്താണ് ഈ മറിയവും നിൽക്കുന്നത്. ഏത് മറിയം? ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയവും. എൻ്റെ ചോദ്യം, ശിഷ്യന്മാർ ഈ സമയത്ത് അവിടെ ഉണ്ടോ? കുരിശിന്റെ ചുവട്ടിലുണ്ടോ? അപ്പം വാങ്ങി തിന്നവരുണ്ടോ? അത്ഭുതം കണ്ടവരുണ്ടോ? കൈയടിച്ചവരുണ്ടോ? പാട്ടുപാടിയവരുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പക്ഷെ അവിടെയും ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയം
കുരിശിന്റെ ചുവട്ടിലുണ്ട്. നമ്മുടെ ഒരു യഥാർത്ഥ സുഹൃത്തിനെ, യഥാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലാണ്. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാൻ ഒന്ന് പ്രതികരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിലാണ് ശരിക്കും നമ്മളെ ആരാണ് ഭയങ്കരമായി സ്നേഹിച്ചത്, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യഘട്ടങ്ങളിൽ നമ്മളെ കരുതിയവർ, നമ്മുടെ ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ, ശരിക്കും അവരെ നമുക്കൊരിക്കലും ഒരു കാലത്തും മറക്കാൻ പറ്റുന്നവരല്ല. ഇപ്പോൾ ക്ലെയോപ്പാവിന്റെ ഭാര്യയായ പത്രോസ് അവിടെ ഇല്ല, മറ്റ് ശിഷ്യന്മാരവിടെ ഇല്ല, കണ്ണിന് കാഴ്ച കിട്ടിയ തീമായുടെ മകനായ ബർത്തിമായി അവിടെയില്ല, ഉയർത്തെഴുന്നേറ്റ ലാസർ അവിടെയില്ല, നിവർന്നു നിന്ന കൂനയായ സ്ത്രീ അവിടെയില്ല, സൗഖ്യമായ കുഷ്ഠരോഗി അവിടെയില്ല, ബെഥേസ്ദ കുളക്കരയിൽ 38 വർഷം കിടന്നവൻ അവിടെയില്ല, ഒരുത്തനുമില്ല. പക്ഷെ അവിടെയും എനിക്ക് ക്ലെയോപ്പാവിന്റെ ഭാര്യയായ മറിയത്തെ കാണാൻ കഴിയുന്നു. ദൈവം ആരെയാണ് ഓർക്കുന്നത്? നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. എന്നാൽ ആ ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ, ആ സംഭവം കഴിഞ്ഞപ്പോൾ, ലൂക്കോസ് 24:13 എഴുതിയിട്ടുണ്ട്, അന്ന് തന്നെ, ആ വെള്ളിയാഴ്ച തന്നെ, ആ ദിവസം തന്നെ അവരിൽ 2 പേർ, ക്ലെയോപ്പാവും തൻ്റെ ഭാര്യയായ, ഇപ്പോഴും അത് ക്ലെയോപ്പാവിന്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് പലർക്കും അങ്ങോട്ട് എടുക്കാൻ വയ്യ, ആണെന്നേ, തെളിവ് ഒത്തിരി ഉണ്ടെന്നേ. അടുത്ത തെളിവ് തരാം. ഇവരുടെ വീടിനോട് അടുക്കാറായപ്പോ, ഹല്ലേലൂയ, വാക്യം 28-29, അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവർ മുന്നോട്ട് പോകുന്ന, യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളുടെ കൂടെ പാർക്കുക, നേരം അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞവർ യേശുവിനെ നിർബന്ധിച്ചു. അവൻ അവരുടെ കൂടെ പാർക്കാൻ ചെന്നു. ഇന്ന് പോവണ്ട, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും. അപ്പൊ അതൊരു ഫാമിലി അല്ലേ? മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഇനി ഇത് വീണ്ടും കുടുംബമാണെന്ന് അറിയാനുള്ളതിന്റെ അടുത്തൊരു തെളിവൂടെ തരാം. ഇവര് 2 പേരും, 15-ാമത്തെ വാക്യം, ഇവർ 2 പേരോട് ഒന്നിച്ചു പോകുമ്പോൾ സംസാരിച്ചും തർക്കിച്ചു വഴക്കുണ്ടാക്കിക്കൊണ്ടാ 2 എണ്ണം കൂടെ റോഡിൽ കൂടെ പോന്നെ. ഇനിയും തെളിവ് വേണോ? ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇവർ 2 പേരും കൂടെ പോകുമ്പോ തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടാണ് പോകുന്നത്. അതിന് വലിയ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നും പത്തനംതിട്ടക്കാർക്കില്ലല്ലോ. ചേർന്നൊരു ഹല്ലേലൂയ പറയാവോ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇവർ 2 പേരും ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്നും, ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്നും എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്കാണ് ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജെറുസലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോകണമെങ്കിൽ 7 മൈലുണ്ട്, 7 മൈൽസ്. 7 മൈൽ ദൂരം എന്ന് പറഞ്ഞാൽ 11 കിലോമീറ്റർ ഉണ്ട്. ഈ 11 കിലോമീറ്റർ ആണ് ഇവർ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക്. ആരാധന നടക്കുന്നത് ജെറുസലേമിലാണ്, ആരവങ്ങളും ആൾക്കൂട്ടവും ഉള്ളത് ജെറുസലേമിലാണ്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന സ്ഥലം ജെറുസലേമാണ്. പുരോഹിതന്മാർ പാർക്കുന്ന ഇടം ജെറുസലേമാണ്. ദൈവത്തിന്റെ നഗരം എന്ന് വിളിച്ച സ്ഥലം ജെറുസലേമാണ്. ദൈവമഹത്വം ഇറങ്ങിയ ഇടം ജെറുസലേമാണ്. ഇത്രയും മഹത്വകരമായ, അനുഗ്രഹീതമായ, ആത്മനിറവുള്ള, ആത്മസാന്നിധ്യമുള്ള ഒരു പട്ടണം വിട്ടിട്ട് ഒരു ഗ്രാമമായ എമ്മൗസിലേക്ക് ഇവർ പോകണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഹൃദയത്തിൽ എന്തോ വല്ലാതെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തോ വല്ലാതെ അവരെ ഉലച്ചിട്ടുണ്ട്. ജെറുസലേം പട്ടണം നിൽക്കുന്നത് വലിയ ഒരു ഉയർച്ചയിലാണ്, ഹൈറ്റിലാണ്. ദൈവത്തിന്റെ പർവ്വതം എന്നതിനെ വിളിക്കുന്നു. വലിയ ഒരു പർവ്വത നിര നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ജെറുസലേം പട്ടണം ഇപ്പോഴും ഒരു ഉയർന്ന പ്രതലത്തിൽ നിൽക്കുന്ന പട്ടണമാണ്. ആ ഉയർച്ചയിൽ നിന്ന് ഇവർ താഴ്ചയിലേക്ക് പോകുകയാണ്. ആരാധനയിൽ നിന്ന്
അവർ പിന്മാറ്റത്തിലേക്ക് പോകുകയാണ്. ആലയങ്ങളെ വിട്ട് വീട്ടിലേക്ക് സഞ്ചരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകുന്ന, നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകുന്ന, വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്ന, സന്തോഷത്തിൽ നിന്ന് വാടിയ മുഖത്തിലേക്ക് പോകുന്ന, തകർന്നുലഞ്ഞ ആ കുടുംബം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. ഇത് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാഴ്ചയാണ്. എന്താണ് ഈ കുടുംബത്തിന്റെ പ്രശ്നം? നമുക്കറിയാം, ആ വാക്യങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അവർക്ക് യേശുവാണെന്ന് വെളിപ്പെടുത്താതെ അവരറിയാതെ അവരോടൊപ്പം യേശു നടക്കുകയാണ്. അവരറിയാതെ അവരോടൊപ്പം കർത്താവ് സഞ്ചരിക്കുകയാണ്. യേശു ചേർന്ന് നടക്കുകയാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വലിയൊരു പ്രതിസന്ധിയിലാണ്, വലിയൊരു പ്രതികൂലത്തിലാണ്. കാരണം യേശു ക്ലയോപ്പാവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ വാടിയ മുഖത്തോടെ നിൽക്കുന്നത്? വാക്യം 17, അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു. അവനല്ല, അവർ രണ്ടുപേരും. അവർ എന്ന് പറഞ്ഞ രണ്ടുപേരാണോ? ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. അവർ വാടിയ മുഖത്തോടെ നിന്നു. ഈ മനസ്സിനകത്ത വിഷമം ആദ്യം കാണുന്നത് മുഖത്താണ്. മനസ്സിനകത്ത സന്തോഷവും ആദ്യം കാണുന്നത് മുഖത്താണ്. അപ്പൊ ഹൃദയത്തിലെ എന്തോ ഒരു നിരാശയാണ് മുഖത്തുണ്ടായ വാട്ടം, വാടിയ മുഖം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ എൻ്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു, നിങ്ങളുടെ വാടിയ മുഖങ്ങൾ മാറാൻ പോകുകയാണ്. എപ്പോഴും ഡൗണായി ചിരിക്കാൻ കഴിയാത്ത, സന്തോഷിക്കാൻ കഴിയാത്ത, ആനന്ദിക്കാൻ കഴിയാത്ത നിങ്ങളുടെ വാടിയ മുഖങ്ങളെ യേശു മാറ്റുകയാണ്. എന്താണ് ഇവരുടെ നിരാശയുടെ കാരണം? എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മുഖത്തൊരു വാട്ടം ഉണ്ടെങ്കിൽ മനസ്സിനൊരു വിഷമമുണ്ട്. മുഖത്തൊരു സന്തോഷം ഉണ്ടെങ്കിൽ മനസ്സിൽ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. എന്താണ് ഇവരുടെ മുഖം വാടിയിരിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിന്റെ കാരണം? ആ കാരണം ഈ ഉയർത്തെഴുന്നേറ്റ് കൂടെ നടക്കുന്നത് യേശുവാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല. യേശുവാണെന്നറിയാതെ മൂന്നാമതേതോ ഒരുവനാണെന്ന് ചിന്തിച്ച് അവർ യേശുവിനോട് പറയുകയാണ്. 19 വാക്യം, ഏത് എന്നവൻ അവരോട് ചോദിച്ചതിന് 18, ക്ലയോപ്പാവ് എന്ന പേരുള്ളവൻ, ജെറുസലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ? അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചു, അവിടെ ഉണ്ടായ സംഭവം അറിയില്ല. ആ സംഭവമാണ് അവരെ ഡൗൺ ആക്കിയത്. പുള്ളി ചോദിക്കുകയാണ് യേശുവിനോട്, നിങ്ങളുടെ അതേ സ്ലാങ്ങിൽ, അതേ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? നമ്മൾ അങ്ങനെ പറയാറില്ലേ? അതാണല്ലോ നമ്മൾ കൂടുതലും പറയുന്നത്. ചേർന്നൊരു ആമീൻ പറയാവോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? അങ്ങ് ജെറുസലേമിൽ സകലർക്കും കൊള്ളാവുന്നവനായ 19 വാക്യത്തിലാ പുള്ളി അത് പറയുന്നേ. ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ഭയങ്കര ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും കൂടെ ചേർന്ന് അവനെ മരണവിധിക്കേൽപ്പിച്ചു, അവനെ ക്രൂശിച്ചു കളഞ്ഞു. 21 വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളോ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയുമോ
അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെ നാശിച്ചിരുന്നു. അത്രയല്ല, ഇതിപ്പോ സംഭവിച്ചിട്ട് 3 നാൾ കഴിയുന്നു. ഹല്ലേലൂയ, Hallelujah. 3 നാൾ കഴിയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. Thank you, Jesus. ഉടനെ ക്ലെയോപ്പാവിന്റെ ഭാര്യ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ, എന്റെ ചില കൂട്ടുകാരികൾ രാവിലെ കല്ലറയ്ക്കൽ പോയി. അവന്റെ ശരീരം അവിടെ കാണുന്നില്ല, കാണാതെ മടങ്ങി വന്നിരിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. എൻ്റെ കൂട്ടുകാരികളായ മറിയവും മഗ്ദല മറിയവും കൂട്ടരും രാവിലെ കല്ലറയ്ക്കൽ പോയിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, അവന്റെ ശരീരം അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. Amen. അപ്പം ഇത് ശ്രദ്ധിച്ചാലേ ഞാൻ ഈ പറയുന്ന പിടി കിട്ടുള്ളൂ. പക്ഷെ ക്ലെയോപ്പാവ് പിന്നെ കൺഫ്യൂഷനാണ്. വാടിയ മുഖത്തോടെ അവൻ നിൽക്കുകയാണ്. കാരണം 22-ാമത്തെ വാക്യം ഒന്ന് ഇടാം മോനെ, അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. 21 ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. ഞാൻ ആശിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ ആശ നഷ്ടപ്പെടുന്നിടത്താണ് നിരാശ ഉണ്ടാകുന്നത്. Amen. Hallelujah. Yes, yes. എന്തുകൊണ്ട് ക്ലെയോപ്പാവിന്റെ മുഖം വാടിയിരിക്കുന്നു? ആശിച്ച കാര്യമല്ല നടന്നത്. വാക്കിലും പ്രവൃത്തിയിലും വെളിപ്പെട്ട ശക്തി, പ്രവചനങ്ങളുടെ വീര്യം, ഇത്രയും വലിയ അത്ഭുതം, ഇതെല്ലാം കണ്ടപ്പോൾ ഇവരൊരിക്കലും ചിന്തിച്ചതല്ല യേശു കർത്താവിനെ വസ്ത്രരഹിതനായി വഴിയിലൂടെ വലിച്ചിടയ്ക്കുമെന്നും പല പല കോടതികൾ മാറി മാറി വിധിക്കുമെന്നും ക്രൂശിൽ തറയ്ക്കുമെന്നും മുൾക്കിരീടം വയ്ക്കുമെന്നും ആണികൾ അടിച്ചു കയറ്റുമെന്നും വിലാപ്പുറത്ത് കുത്തുമെന്നും അവർ കൊന്നുകളയുമെന്നും തീർത്തുകളയുമെന്നും ഇവരൊരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. Amen. I am coming to you, I am prophesying to some people here. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണെന്ന് പകൽ. ഞാൻ ആശിച്ച കാര്യം ഞാൻ ആശിച്ചതുപോലെ സംഭവിക്കാതിരിക്കുമ്പോൾ എൻ്റെ അകത്തൊരു നിരാശ വെളിപ്പെടും. ഇന്ന് ഈ ആരാധനയ്ക്കകത്തോ ഈ ലൈവിലോ എന്നെ കാണുന്ന വ്യക്തികളുടെ ഉള്ളത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാതിരുന്ന കാരണങ്ങൾ കൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്ന നിരാശ, നിന്റെ അകത്ത് വെളിപ്പെടുന്ന വേദന നിന്റെ മുഖത്ത് പ്രതിബിംബിക്കുന്നെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ ഓർക്കാൻ പോകുകയാണ്. I receive it. I am coming to you. Amen. I am coming to you. Yes. Amen. ഞാൻ എന്തുകൊണ്ടാണ് റിമെമ്പർ, ദൈവം നിന്നെ ഓർക്കാൻ പോകുകയാണ് എന്ന വാക്ക് ഉപയോഗിച്ചത്? യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് തന്നെ. മക്കളെ, നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? ഉയർത്തെഴുന്നേറ്റന്റെ അന്ന് തന്നെ ഈ കുടുംബത്തിന്റെ കൂടെ നടക്കുകയാണ് ക്രിസ്തു. Amen. എത്ര കിലോമീറ്ററാ? 11 കിലോമീറ്റർ. 7 മൈൽ. 7 മൈൽ. Yes. ഹല്ലേലൂയ. Hallelujah. ഈ കുടുംബത്തിന്റെ കൂടെ യേശു നടക്കുകയാണ്. Amen. എന്റെ ചോദ്യം, ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്. ഞാൻ അതിനൊരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നില്ല, അങ്ങനെയാണ്, അതിന്റെ ക്രമീകരണം അങ്ങനെയാണ്. 11 കിലോമീറ്റർ ഒരു കുടുംബത്തിന്റെ കൂടെ കാൽനടയായി നടക്കണമെങ്കിൽ കുറഞ്ഞതൊരു 2 മണിക്കൂറേലും വേണ്ടേ? വേണോ? Yes. 2, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കിക്കുന്ന, വാദിക്കുന്ന, സംസാരിക്കുന്ന, പിറുപിറുക്കുന്ന, ദുഃഖത്തോടെ പറയുന്ന സകല നന്മയുടെയും തിന്മയുടെയും നിരാശയുടെയും വാക്കുകളെ യേശു താനും ചേർന്ന് നടന്ന് ഈ കോൺവെർസേഷൻ മുഴുവൻ കേൾക്കുകയാണ്. ഇന്നിന്റെ പ്രശ്നം എന്താ? ഇന്നിന്റെ പ്രശ്നം എന്നെ കേൾക്കാൻ എനിക്ക് ആരും ഇല്ലെന്നുള്ളതാണ്.
Yes. ഇന്നിന്റെ പ്രശ്നം എന്നാ? എന്റെ പ്രയാസം കേൾക്കാൻ എനിക്ക് ആരും ഇല്ലെന്നുള്ളതാണ്. ഇന്നത്തെ വിഷയം എന്നാ? എനിക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ഒരു വ്യക്തിയില്ലെന്നുള്ളതാണ്. ഇന്നിന്റെ പ്രശ്നം എന്നാ? ഞാൻ ആ വ്യക്തിയോട് തുറന്ന് സംസാരിച്ചാൽ എൻ്റെ രഹസ്യങ്ങളെ അവൻ പരസ്യമാക്കാതെ അത് പരിഹരിക്കും എന്ന എൻ്റെ ആവശ്യമാണ്. ഞാൻ ഒന്നും കൂടെ നിൽക്കുകയാണ്. ഇന്നിന്റെ പ്രശ്നം എന്നെ കേൾക്കാൻ എനിക്ക് ആരുമില്ല. രണ്ട്, എന്നെ ഒരുത്തൻ കേൾക്കാൻ തയ്യാറായാൽ ഞാൻ അവനോട് പറയുന്ന കാര്യം അവൻ പരസ്യമാക്കുകയില്ല എന്ന ഉറപ്പില്ല. മൂന്ന്, ഞാൻ ആ വ്യക്തിയോട് അത് തുറന്നു പറഞ്ഞാൽ അവൻ അത് പരിഹരിക്കുവാൻ കഴിവുള്ളവനല്ല എന്നെനിക്കറിയാം. പക്ഷേ നിന്നെ കേൾക്കാൻ, അത് പരിഹരിക്കാൻ, ആ വിഷയത്തെ കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് പരിഹരിക്കാൻ, അത് ക്ലിയർ ചെയ്യാൻ, നിനക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ, എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്റെ അടുക്കൽ വന്നിരിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നിനക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. എന്നെ കേൾക്കാൻ എനിക്കൊരു കർത്താവുണ്ട്. ഞാനൊരു രഹസ്യം പറഞ്ഞാൽ അത് പരസ്യമാക്കാത്തൊരു ദൈവം എനിക്കുണ്ട്. ഞാനൊരു വിഷയം മുന്നോട്ട് വെച്ചാൽ അത് പരിഹരിക്കാൻ കഴിയുന്നൊരു ദൈവം എനിക്കുണ്ട്. അങ്ങ് മുകളിൽ മാനുഷികമായി ചിന്തിച്ചാൽ അങ്ങ് ഏറ്റവും പ്രധാന കസേരയിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രി മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ളവർ വരെ എല്ലാരും തിരക്കാം. Everyone is busy. അങ്ങനെ ഒരു കാലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? പക്ഷേ നിന്റെ മുഖം വാടുമ്പോൾ നീ വിളിക്കാതെ നിന്റെ അരികിൽ വരാൻ. നിങ്ങൾ ആ കാഴ്ച ഇവിടെ കാണുന്നുണ്ടോ? അവര് വിളിച്ചിട്ടാണോ യേശു വന്നേ? പറ, അവര് വിളിച്ചിട്ടാണോ വന്നേ? നിന്റെ മുഖം വാടുമ്പോൾ നീ ഒരു പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ, അനുഭവിച്ചവർ കൈയടിച്ചാ മതി, അനുഭവിച്ചവർ ആരാധിച്ചാ മതി, അനുഭവിച്ചവർ സ്തുതിച്ചാ മതി, അനുഭവിച്ചവർ ദൈവത്തിന് നന്ദി കൊടുത്താ മതി. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. ഇതെല്ലാവരുടെ അവസ്ഥയാ. ഇതെല്ലാവരുടെ അവസ്ഥയാ. ഇതെന്റെ അവസ്ഥയാ. നിങ്ങൾ അനുഭവിച്ചതിന് ഒരു 5 ഇരട്ടിയാ ഞാൻ അനുഭവിക്കുന്നത്. ആ റേഞ്ചിൽ പല കാര്യങ്ങളാ പാസ്റ്റർ ക്രിസ്റ്റി ഇവിടെ ഉള്ളവർ അനുഭവിക്കുന്നത്. എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. നിങ്ങൾ ഭയങ്കര ആളുകൾ ഭയങ്കര എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ പ്രതിസന്ധികളുടെയും ഞാൻ കടന്നുപോയ പല വെല്ലുവിളികളുടെ നടുവിൽ ഈ 5 വിരലിനകത്ത് എണ്ണുന്ന ചിലരെ എന്റെ അടുക്കൽ വന്നിട്ടുള്ളത്. 50,000 5,000 ഒക്കെ കാണുമായിരിക്കും. എല്ലാവർക്കും ഒന്നും വരാൻ പറ്റത്തില്ലെന്ന് ഇതിനകത്തൊന്നും പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിനകത്തൊന്നും ദൈവം ആരാന്ന് നിന്നെ പഠിപ്പിക്കുന്നതാണെന്ന് ഇതൊക്കെ. ഇതിനകത്തൊന്നും പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇല്ലെങ്കിൽ നീ അങ്ങ് വല്ലാണ്ട് മനുഷ്യരിൽ ആശ്രയിച്ചു പോകും. അനീഷ് ഒന്ന് എൻ്റെ അടുത്ത് വന്നേ മോനെ. ക്രിസ്റ്റി പാസ്റ്റർ കയറി വന്നേ.
Are you with me? Yes. നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? Yes. ബൈബിൾ പറഞ്ഞു യേശു താനും. മോനെ എനിക്ക് ആ വാക്യം ഒന്ന് ഇട്ടു തരാമോ? വാക്യം 15. നിങ്ങൾ ആ വാക്യം നോക്കി. യേശു താനും നടന്നെന്നാണോ ചേർന്ന് നടന്നെന്നാണോ? കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? Yes. എന്റെ പൊന്നെ ഷിജിനെ, നീയെങ്കിലും എന്തേലും പറ. Amen. കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? എനിക്കൊരാളുടെ കൂടെ നടക്കാനും പറ്റും. രണ്ടും ഞാൻ കാണിച്ചു തരാം. യു കം, യു സ്റ്റാൻഡ് ഹിയർ, ഐ വിൽ കം. നോക്കിയേ, കം വിത്ത് മീ. എനിക്കൊരാളുടെ കൂടെ നടക്കാനും പറ്റും, എനിക്കൊരാളോട് ചേർന്ന് നടക്കാനും പറ്റും. അവിടെ എന്നെ എഴുതിയിരിക്കുന്നേ? മോനെ, ലൈവിലുള്ളവരെ ആ വാക്യം ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ. യേശു താനും ചേർന്ന് നടന്നു. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ കർത്താവ് ഇപ്പം നടക്കുന്നത് ഈ ബന്ധത്തിനകത്തൊരു ഗ്യാപ്പ് ഇല്ലാതെയാണ്. മനസ്സിലാവുന്നോ? വാസ്തവത്തിൽ ക്ലെയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും ഡിപ്രസ്ഡ് ആണ്, ആങ്ഷ്യസ് ആണ്, നിരാശരാണ്. അതവരുടെ മുഖത്തുണ്ട്, അവരുടെ വാക്കിലുണ്ട്. ഉണ്ടോ? പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം എന്നേക്കാൾ നന്നായിട്ട് കുറച്ചുകൂടെ വചനം പ്രസംഗിക്കുന്നവരെ വിളിച്ച് പ്രസംഗിക്കണം. ഇവർക്ക് എന്റെ മെസ്സേജ് അങ്ങോട്ട് പിടിക്കുന്നില്ല, മനസ്സിലാകുന്നില്ലെന്ന് അവർ പറയുന്നത്. പണ്ട് എൻ്റെ ചർച്ചിൽ 10 വയസ്സുള്ളൊരു മോള് പറഞ്ഞു, ടിനുപാസ് പറഞ്ഞത് ഇങ്ങാർക്ക് മനസ്സിലായാലേ അയാൾ രക്ഷപ്പെടാനുള്ള അല്ലെന്ന്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഇനി വാ പറയാം. സ്തോത്രം. കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇവർ നിരാശരാണ്. ക്ലെയോപ്പാവും ഭാര്യയുടെ മുഖത്തും വാക്കിലും അതുണ്ടെന്നേ. പ്രിയപ്പെട്ടവരെ, അതുണ്ടെന്നേ. നിങ്ങൾക്കറിയാവോ, ഈ നിരാശയുടെ വിടവുകൾക്കകത്താണ് സാത്താൻ കയറുന്നത്. വെയിറ്റ്. ഒരു മനുഷ്യൻ ആശിച്ച കാര്യം നടക്കാതെ വരുമ്പോഴാണ് അവന് നിരാശ ഉണ്ടാകുന്നത്. ആ നിരാശയിലാണ് പലതും കയറും എടുത്തുകൊണ്ട് കയറുന്നത്. ആ നിരാശയിലാണ് പലരും വിഷം അടിക്കുന്നത്. അത് ദൈവമാണോ ചെയ്യിക്കുന്നേ? ദൈവമാണോ ചെയ്യിക്കുന്നേ? അപ്പൊ നിരാശ വരുമ്പോൾ സ്വാഭാവികമായി പിശാചിന് കയറാൻ ഒരു വിടവ് അവിടെ ഉണ്ടാകും. ദൈവം ഇല്ലെന്ന് ചിന്തിപ്പിക്കാൻ ഒരു വിടവ്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എവിടെ എന്ന് ചോദിക്കാൻ ഒരു വിടവ്, ഞാൻ ഇത്രയും കിടന്ന് ദൈവത്തെ സേവിച്ചിട്ട് എനിക്കും എൻ്റെ പിള്ളേർക്കും എന്താ ഇങ്ങനെ ഉണ്ടായത് എന്ന് ചോദിക്കാൻ ഒരു വിടവ് നിരാശയുടെ ഇടയിൽ ഉണ്ടാകും. ആശിച്ചത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകും. പക്ഷേ ആ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ആ നിരാശയുടെ വിടവുകളെ അടച്ച് യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. ഞാൻ സഭയോട് പറയുന്നു, ഓൺലൈനിൽ കാണുന്നവരോട് പറയുന്നു, നിന്റെ നിരാശകൾ തകർന്നു പോകാൻ, നിന്റെ അകത്ത് പ്രത്യാശ ഉണ്ടാകാൻ നീ കർത്താവിനോട് പറ്റിയിരിക്കുക. നീ ദൈവത്തോട് ചേർന്നിരിക്കുക. നീ അവന്റെ വചനത്തോട് ചേർന്നിരിക്കുക. നീ അവന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുക. ഈ സമയങ്ങൾ കഴിഞ്ഞു പോകും. ഈ സാഹചര്യങ്ങൾ കഴിഞ്ഞു പോകും. Your time has come. നിന്റെ സമയം വരും. I receive it. I'm telling you. Yes. Amen. I'm telling you. Amen. ഉദ്ദേശിച്ച ആഗ്രഹിച്ച ആ ജോലി കിട്ടിയില്ല.
ഉദ്ദേശിച്ച, ആഗ്രഹിച്ച, ആശിച്ച ജോലി കിട്ടാതെ വരുമ്പോൾ നിരാശ വരും. Yes. അതെന്റെ മുഖത്ത് വെളിപ്പെടും, എൻ്റെ വാക്കിൽ വെളിപ്പെടും, എൻ്റെ ആറ്റിറ്റ്യൂഡിൽ വെളിപ്പെടും. എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരുന്നവൻ അത് അറിയും. എൻ്റെ അടുത്ത് മിണ്ടുന്നവനും അടുക്കുന്നവനും എല്ലാം എൻ്റെ അകത്ത വിഷമം മനസ്സിലാവും. കാരണം എല്ലാവരെയും വേദനിപ്പിച്ചേ നീ വിടത്തുള്ളൂ. കാരണം മുറിഞ്ഞു നിൽക്കുന്നവൻ മുറിച്ചിരിക്കും, പിണങ്ങി നിൽക്കുന്നവൻ പിണക്കിയിരിക്കും. ഓൺലൈനിൽ കാണുന്നവർ പറയുന്നു, സഭയിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരുത്തനുണ്ടെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം നിന്നെയും പിണക്കുക എന്നുള്ളതാണ്. പിണങ്ങി നിൽക്കുന്നവൻ പിണക്കും, മുറിഞ്ഞു നിൽക്കുന്നവൻ മുറിക്കും. സത്യമാണ്. നല്ല ഓഫീസിൽ, കമ്പനിയിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവരെന്ന് കൈ ഉയർത്തി. എന്തെങ്കിലും ഒരു കാര്യം ബോസിനോട് പറയാനുണ്ടെങ്കിൽ, ഒരു 4 ദിവസത്തെ ലീവ് വേണം, ആദ്യം നിങ്ങൾ നോക്കുന്നത് അങ്ങാര് നല്ല മൂഡിലാന്നോന്ന്. ആരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? മൂഡ് തെറ്റിയെങ്ങാണിരിക്കുന്ന സമയത്താണ് ഈ ലീവിന്റെ കാര്യം ചോദിച്ചു നോക്കി, ജോലി തന്നെ അങ്ങാര് എടുത്ത് തെറിപ്പിച്ച് കളയും. കാരണം അതങ്ങനെയാണ്. നിരാശകൾ വരുമ്പോൾ അത് മുഖത്ത് പ്രതിബിംബിക്കും. പൈശാചികമായ തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, അവൻ ആ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ പെൺകൊച്ചിനെ അവന് കല്യാണം കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവൻ വെള്ളത്തിൽ ചാടി മരിച്ചത്. ഇതിന്റെ പുറകിൽ ആരാ? പിശാച, സാത്താനാണ്. അപ്പൊ ഈ ക്ലയോപ്പാവും ഭാര്യയും അവര് പ്രതീക്ഷിച്ചാൽ യേശു മരിക്കത്തൊന്നുമില്ല, അവൻ ദൈവമാണ്, പ്രവാചകനാണ്, ഭയങ്കര പവർഫുൾ മിനിസ്റ്ററാണ്, അവൻ അങ്ങനൊന്നും സംഭവിക്കുകയില്ല എന്ന് ചിന്തിച്ചിരുന്നവർക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത കാഴ്ചകളാണ് അവർ കണ്ടത്. വലിച്ചഴച്ചോണ്ട് പോകുന്നു, വസ്ത്രം അഴിച്ച് തെരുവിലൂടെ നടത്തുന്നു, അടിക്കുന്നു, തുപ്പുന്നു. പെട്ടെന്ന് ഈ കാഴ്ചകൾ, ഈ രംഗങ്ങൾ, ആ മരണം, ആ സംഭവം അവരെ ഡിപ്രസ്ഡ് ആക്കി. ആത്മാവിൽ ഞാൻ സംസാരിക്കുന്നു. ഏതെങ്കിലും സംഭവങ്ങൾ നിന്നെ ഡിപ്രസ്ഡ് ആക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും സംഭവങ്ങൾ നിന്നെ ഡൗൺ ആക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ആ വിടവിലേക്ക് യേശു കയറുകയാണ്. ഇപ്പോൾ ആ വിടവിലേക്ക് യേശു കയറുകയാണ്. The name of Jesus. In the mighty name of Jesus. The mighty name of Jesus. The mighty name of Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. കർത്താവിന് ഇവരെ കുറിച്ച് പദ്ധതിയുള്ള കുടുംബമായതുകൊണ്ട്, ഒരു വാഗ്ദത്തമുള്ള കുടുംബമായതുകൊണ്ട്, നിരാശയുടെ വിടവുകളിലൂടെ സാത്താൻ കയറി അവരെ തകർത്ത് കളയാതിരിക്കാൻ യേശു താൻ അവരോട് കൂടെ ചേർന്ന് നടന്നു. ഇവര് പറയുന്നത് മുഴുവൻ കേട്ടു. ഇവരുടെ എല്ലാ കോൺവെർസേഷനും അവരറിയാതെ കർത്താവ് ശ്രദ്ധിച്ചു. God is listening all your conversations. ദൈവം നിന്റെ എല്ലാ സംഭാഷണങ്ങളെയും ശ്രദ്ധിക്കുന്നു. ദൈവം നിന്റെ എല്ലാ ഇടപാടുകളെയും ശ്രദ്ധിക്കുന്നു. ദൈവം നിന്റെ നടപ്പും കിടപ്പും അറിയുന്നു. നീ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും അവൻ അറിയുന്നു. കർത്താവ് നിന്റെ എല്ലാ ചലനങ്ങളെയും അറിയുന്നു. എല്ലാ ചലനങ്ങളെയും. ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോയ കുടുംബത്തോട് കൂടെ യേശു ചേർന്ന് നടന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം, നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർത്തവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർത്തവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർത്തവനെ
നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ കരുതിയവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ മാനിച്ചവനെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മറക്കരുത്. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ നിന്റെ ദയ എന്നേക്കുമുള്ളത്. September, the month of remember. Amen. I receive it. Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ വിളിക്കാതെ ഞാൻ ഈ പരിഭവമൊക്കെ ആയിട്ട് എന്നോടെന്താ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തേ, ഇങ്ങനെയൊക്കെ കാണിച്ചേ എന്നാ എന്നൊക്കെ ഭയങ്കര പരിഭവങ്ങളുമായി ഞാൻ ഇരുന്നപ്പോ പോലും എൻ്റെ കിടക്കയുടെ അരികിൽ അവൻ വന്നിരുന്ന് എൻ്റെ കണ്ണുനീരിനെ അവൻ തുടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും എന്നെ ലൈവിലൂടെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടും ഞാൻ സംസാരിക്കുന്നു. പരിശുദ്ധാത്മ സംസാരിക്കുന്നു. എന്തെങ്കിലും എവിടെങ്കിലും ഒരു നിരാശ നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആശിച്ചതെല്ലാം നടക്കണമെന്നില്ല. നോ നെവർ. ദൈവഹിത പ്രകാരമുള്ളതേ നടന്നെന്ന് വരുള്ളൂ. പക്ഷെ അത് നടക്കാതെ വരുമ്പോൾ നിരാശയുടെ രൂപത്തിൽ സാത്താൻ നിങ്ങളെ അകത്തു വന്ന് ഉപദ്രവിക്കുവാനും സ്വാധീനിക്കാനും ദൈവത്തെ പഴി പറയാനും സംശയിപ്പിക്കാനും എല്ലാം മറന്നിട്ട് അങ്ങ് ഡൗൺ ആക്കി കളയാനും ശ്രമിക്കുമ്പോൾ, ആ സമയത്ത് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തീർനിവാസത്തിന്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കും. ഞാൻ ഓടിച്ചെന്ന് ആ ഗോപുരത്തിലേക്ക് ഓടിച്ചെന്ന് അവനിൽ അഭയം പ്രാപിക്കുക. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. യേശുദാനം അവരോട് കൂടെ ചേർന്ന് നടന്നു. I want to prophesy to some people here. Amen. Yes. But ദൈവം ഈ വചനത്തിലൂടെ വളരെ ആഴമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. 16-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അറിവിത്മേ, കർത്താവിന് കണ്ണ് തുറക്കാൻ പറ്റും, കർത്താവിന് ചില കണ്ണുകൾ നിരോധിക്കാൻ പറ്റും. ഇത് യേശു ആണെന്ന് അവരറിഞ്ഞാൽ പിന്നെ അവര് പ്രൈസ് ദി ലോർഡ് അല്ലേ പറയുള്ളൂ. ആരെല്ലാം കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ വഴക്കൊല്ലം ഉണ്ടാക്കുവോ? ഈ തമ്മിൽ വാദിക്കുവോ? തർക്കിക്കുവോ? നിരാശ കാണിക്കുവോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് യേശു ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ശിഹാപ്രവാചകന്റെ പുസ്തകമേ പറയൂ. എപ്പോഴും എൻ്റെ ദൈവത്തിന് എന്നിലെ ആ യഥാർത്ഥ മനുഷ്യനെയാണ് ഇഷ്ടം. എൻ്റെ അകത്തിരിക്കുന്ന ആ അഭിനേതാവിനെ അല്ല ദൈവത്തിന് ഇഷ്ടം. എപ്പോഴും ദൈവത്തിന് കേൾക്കാൻ ഇഷ്ടം, കാണാൻ ഇഷ്ടം, ശ്രദ്ധിക്കാൻ ഇഷ്ടം റിയലായ എന്നെയാണ്. That word is important. Amen. Hallelujah. Hallelujah.
അവരഭിനയിക്കാതിരിക്കാൻ, കൂടുതൽ പ്രൈസലോട് പറയാതിരിക്കാൻ, അവരുടെ വിഷമവും നിരാശയെല്ലാം പറയാൻ വേണ്ടി യേശു അവരുടെ കണ്ണ് നിരോധിച്ചു. പക്ഷെ കൂടെ നടക്കുകയാണ്. ഞാനൊരു ചോദ്യം, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ ഒരു കർത്താവ് എന്നോട് സംസാരിച്ച ഭയങ്കര ഒരു സത്യമാണ്. ഈ 11 കിലോമീറ്റർ ഇവരുടെ കൂടെ നടക്കുന്ന കർത്താവ് ഇവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. ഇവരുടെ വീടിനോട് അടുക്കാറായപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നു, അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്നു, അവരെ തിരിച്ച് ജെറുസലേമിൽ എത്തിക്കുന്നു. എൻ്റെ ചോദ്യം, കർത്താവേ, ഈ ഫാമിലിയോട് നിനക്ക് ഇത്രയും കൺസേൺ എന്താ? എന്നാന്നറിയോ ഇത് സംഭവിച്ചത്? യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് ഏതോ ഒരു വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും. ടീമെല്ലാം കൂടെ ഇവിടെ ഒളിവില്ല, ആരും മിണ്ടുന്നില്ല. അവരെ എല്ലാം വിട്ടേച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്ത എല്ലാ പ്രോഗ്രാമും മാറ്റി വെച്ചിട്ട് കർത്താവ് എന്തിനാ ഈ 11 കിലോമീറ്റർ ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് ഇവരുടെ കൂടെ നടക്കുന്നേ? എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞെന്നറിയോ? മോനെ, എന്റെ കഷ്ടതയിൽ, എന്റെ വേദനയിൽ, എന്റെ ക്രൂശീകരണത്തിൽ, ഞാൻ ക്രൂശിൽ പിടയുന്ന നേരത്ത് ഞാൻ സൗഖ്യമാക്കിയ ഒരു മുഖങ്ങളും ഞാൻ കാണാതിരിക്കുമ്പോഴും, എന്റെ അരികിൽ വന്ന അനുഗ്രഹം പ്രാപിച്ച പലരെയും ഞാൻ കാണാതിരിക്കുമ്പോഴും, കുരിശിന്റെ ചുവട്ടിലും എന്റെ കഷ്ടതയിലും എന്റെ സഹനങ്ങളിലും എന്റെ വേദനകളിലും എന്നോടൊപ്പം നിന്ന ക്ലയോപ്പാവിന്റെ ഭാര്യയെയും ക്ലയോപ്പാവിന്റെ കുടുംബത്തെയും അവരുടെ നിരാശയിൽ, അവരുടെ വേദനയിൽ ഞാൻ മറക്കുന്ന ദൈവമല്ല. അവരുടെ നിരാശയിൽ, അവരുടെ വേദനയിൽ ഞാൻ മറക്കുന്ന ദൈവമല്ല. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു, നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ ദൈവദാസന്മാരെ ബഹുമാനിച്ചിട്ടുണ്ടോ? നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? നീ എന്തെങ്കിലും ദൈവരാജ്യത്തിൽ ചെയ്തിട്ടുണ്ടോ? മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. God will remember you. God will remember you. Amen. Are you with me? Yes. യേശു താനും അവരുടെ കൂടെ നടക്കുന്നു. പത്രോസില്ല, യാക്കോബില്ല, യോഹന്നാനില്ല, കാനായിലെ നഥനയിലില്ല, തോമസ് ഇല്ല, ആരില്ല, ഒരുത്തനുമില്ല, അന്ത്രയോസില്ല, ആരില്ല. യേശു താനും അവരുടെ കൂടെ ചേർന്ന് നടക്കുന്നു. കർത്താവിന്റെ വേദനയിൽ, കർത്താവിന്റെ ആവശ്യത്തിൽ, കർത്താവിന്റെ പ്രതിസന്ധിയിൽ, കുരിശിന്റെ ചുവട്ടിലും യേശുവിനോടൊപ്പം നിന്ന ആ പ്രിയ കുടുംബത്തെ അവരുടെ വേദനയിൽ, അവരുടെ നിരാശയിൽ യേശു അവരെ തിരിച്ചു പിടിക്കുകയാണ്. നോക്കിയേ, ഒരു സഭായോഗം പോലും മുടക്കാതെ നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ വന്നോ? നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുത്തോ? നിനക്കൊരു കൊച്ചേ ഉള്ളായിരുന്ന ആ കുഞ്ഞിനെ നീ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചോ? നിന്റെ ആരോഗ്യം, നിന്റെ സമയം, നിന്റെ ജീവിതം നീ ദൈവത്തിനായോ തന്റെ രാജ്യത്തിനായോ നീ നിക്ഷേപിച്ചോ? ഒരിക്കലും 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 മനുഷ്യന് കൊടുത്തത്, മനുഷ്യന് ചെയ്തത് മനുഷ്യൻ മറക്കും. പക്ഷെ തമ്പുരാന് വേണ്ടി നീ ഒരു കുഞ്ഞു വിരളെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ അവൻ മറക്കുന്ന ദൈവമല്ല, അവൻ ഓർത്തു വെച്ച് നിന്നെ അനുഗ്രഹിക്കും.
അവൻ ഓർത്തു വെച്ച് നിന്നെ അനുഗ്രഹിക്കും. അവൻ ഓർത്തു വെച്ച് നിന്നെ അനുഗ്രഹിക്കും. Hallelujah. Hallelujah. Amen. സിജിനെ, ഏബലെ, സൽമോനെ, മക്കളെ, നിങ്ങൾ ഓരോരുത്തരും, ഹെബൻ, ആഷി, നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ നല്ല ശബ്ദമുള്ള കുഞ്ഞുങ്ങളാണ്, കഴിവുള്ള ടാലന്റ് ഉള്ളവരാണ്. നിങ്ങൾ ഈ ശബ്ദം ഉപയോഗിച്ച് ഒരു ഗാനമേളയ്ക്ക് പാടാൻ പോയാൽ, ഒരു സിനിമയ്ക്ക് പാടാൻ പോയാൽ, ആ സിനിമാക്കാരനോ ഗാനമേളയ്ക്ക് വിളിച്ച ആളോ എന്തെങ്കിലും ഒരു പ്രതിഫലം തന്ന് നിങ്ങളെ വിട്ടേക്കാം. നാളെ ഈ ദേഹം തന്നെ നാളെ ഒരു പണി വെക്കത്തില്ലെന്നും പറയാൻ പറ്റുകയില്ല. പണിയും തന്നേക്കാം. പക്ഷേ കർത്താവിന് വേണ്ടി പാടുന്നത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്, അതൊരു ചെറിയ കാര്യമല്ല. ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും ഇതിന് പ്രതിഫലമുണ്ട്. ജനമായ ഞാൻ പറയുന്നത് ശരിയാ മോനെ? ഇവിടെ എന്തിനെങ്കിലും കുറവുണ്ടോ? നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് കർത്താവ് വരുത്തിയിട്ടുണ്ടോ? പാസ്റ്റർ ക്രിസ്റ്റി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ജോണമോ ബ്രദർ, ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകർ, എല്ലാത്തിലും ഉപരിയായി നിങ്ങളുടെ പാസ്റ്റർ പ്രതാപ്, നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ പാസ്റ്ററെ കുറിച്ച്? അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല. അദ്ദേഹം ഇപ്പോൾ പനി കാരണം വിശ്രമിക്കുകയാണ്. എനിക്ക് പാസ്റ്റർ പ്രതാപിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം അതാണ്. ഇവിടെ ഇരിക്കുന്ന പലരെക്കാളും അദ്ദേഹം വിദ്യാഭ്യാസമുള്ളവനാണ്. എനിക്കറിയാം പ്രതാപിനെ. അദ്ദേഹം ഞങ്ങളുടെ UAE ചർച്ചിലെ മെമ്പറാണ്, ശുശ്രൂഷകനായിരുന്നു. എന്നാൽ താൻ ചർച്ചിലെ മെമ്പറും ശുശ്രൂഷകനും ഒക്കെ ആകുന്നതിന് മുമ്പ് ഏകദേശം ഇന്ത്യൻ മണി 5 ലക്ഷത്തിലധികം രൂപ, 50,000 അല്ല, 5,000 അല്ല, 5 ലക്ഷത്തിലധികം രൂപ. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. തോറ്റ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല, CA എഴുതി തോറ്റ ആളല്ല, CA എഴുതി പാസ്സായി പ്രാക്ടീസ് ചെയ്ത പ്രൊഫഷണലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. 5 ലക്ഷം രൂപയോളം ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന, അതിലധികം വാങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. അതെല്ലാം വിട്ട്, അതെല്ലാം മറന്ന് കർത്താവിന് വേണ്ടി പൂർണ്ണ സമയം ശുശ്രൂഷ ചെയ്യാൻ താൻ ഏൽപ്പിക്കപ്പെട്ടെങ്കിൽ, നിന്റെ കയ്യിൽ നിന്ന് ഈ കൈയടിക്കാതെ വലിയ ജാടയെ കളിച്ചിരിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ മസിലും വരും. നിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ പോയാൽ നീ അതിന്റെ പുറകെ പോവുകയല്ലേ? പിന്നെ യോഗത്തിന് വരുമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ മറന്നാലും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ കൈയടിക്കല്ലേ. ഇനി ഒരു അരമണിക്കൂർ കൈയടിയില്ല കേട്ടോ, എന്നെ ശ്രദ്ധിച്ചേക്കണം. എൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ നീ എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ സ്വർഗത്തിൽ മാത്രം തരുവെന്നല്ല എഴുതിയിരിക്കുന്നേ, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിൽ നിനക്കത് 100 മടങ്ങായി തിരിച്ചു തരുമെന്നാണ്. ഇത്രയും ഗ്യാരണ്ടി തന്ന വിശ്വസ്തനായ ഒരു ബോസ്, my boss is a Jewish carpenter. His name is Jesus Christ. ഇത്രയും ശക്തനായ ഒരു ബോസ്, ആ ബോസിന്റെ കീഴിൽ പണിയെടുക്കാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം, ആ ബോസിന് വേണ്ടി അധ്വാനിക്കാൻ ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും അവിടെ കൊണ്ടുപോയി മാത്രം അനുഗ്രഹിക്കുന്നല്ല, ഇവിടെയും നിന്നെ അനുഗ്രഹിക്കുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ സെനറ്റ്, US ഗവൺമെന്റ് ഒരു ഇലക്ഷൻ ടൈമിൽ, ജോർജ് ബുഷിന്റെ ഒക്കെ കാലത്ത് ഒരു ഇലക്ഷൻ ടൈമിൽ, അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ ഡോക്ടർ ബില്ലി ഗ്രഹാം അമേരിക്കയെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്.
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യത്തിന്റെ ശബ്ദമായി നിൽക്കുന്ന സമയമാണ്. 5000-2000 പേരല്ല യോഗത്തിന്, സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു കവിയുന്ന സമയം. അമേരിക്കൻ പ്രസിഡന്റന്മാർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഈ സുവിശേഷകനായിരുന്നു. ആ കാലഘട്ടത്തിൽ അമേരിക്കൻ ഗവൺമെന്റും മുഴുവൻ ചാനലുകാരും മുമ്പിൽ നിന്നിട്ട് ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചു, സർ, താങ്കൾ അമേരിക്കൻ പ്രസിഡന്റഷിപ്പിൽ അമേരിക്കയുടെ പ്രസിഡന്റായി മത്സരിച്ചാൽ എതിരുകളില്ലാതെ താങ്കൾ തിരഞ്ഞെടുക്കപ്പെടും, എതിരുകളില്ലാതെ താങ്കൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആകും, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കയ്യിലിരുന്ന ഹോളി ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം മാധ്യമങ്ങളെ ഉയർത്തിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലും നല്ലൊരു യജമാനന്റെ കീഴിൽ പണിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. You know the value. You know the value. ഇപ്പം നീ ഒന്നും കണ്ടില്ലെന്ന് വരാം, നീ പ്രതീക്ഷിക്കുന്നത് പോലെ പലത് സംഭവിച്ചില്ലെന്ന് വരാം, പക്ഷെ എന്റെ കർത്താവ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കും, നിന്നെ മാനിച്ചിരിക്കും, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും. I am proud. I am serving my Jesus. Me and my family serving my Lord Jesus. ഇന്നേ നിമിഷം വരെ കഴിഞ്ഞ 25 വർഷത്തോളമായി ഈ കർത്താവിന്റെ മഹത്വമുള്ള വയലിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യുന്നു. എന്റെ കഴിവോ മിടുക്കോ തന്റെ ഇടമല്ല, കർത്താവ് കൃപ ചെയ്യുന്നു. പക്ഷെ ഇന്നേ നിമിഷം വരെ ഞാനോ എൻ്റെ ജീവിത പങ്കാളി ജീനായോ ഒരു നിമിഷം കൊണ്ട് പോലും സുവിശേഷ വേല ചെയ്യണ്ടായിരുന്നു, ഇതിനകത്തിറങ്ങണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ ദൈവം അവസരം തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ട നിന്നയുടെ എന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച്, ഹല്ലേലൂയ, എൻ്റെ സഭയിലുള്ളവർക്ക് എന്നെ അറിയാം, എന്നെ അടുത്ത് നിൽക്കുന്നവർക്ക് എന്നെ അറിയാം, എന്നോട് സഹകരിച്ചവർക്കും സഹകരിക്കുന്നവർക്കും അവരുടെ പാസ്റ്റർ ആരാന്നറിയാം, അകലം മാറി നിൽക്കുന്നവർക്കും അകലം വിട്ട് അനുഗമിക്കുന്നവർക്കും അതറിഞ്ഞുകൂടാ. അവർക്കും എപ്പോഴെങ്കിലും ഒക്കെ അറിയാൻ ദൈവം അവസരം കൊടുക്കട്ടെ. Hallelujah. 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 Thank you Jesus. ഇന്നേ നിമിഷം വരെ നിങ്ങളെ നോക്കി ആരാണ്ട് ചിരിച്ചില്ല, നിങ്ങളുടെ വീട്ടിൽ ആരാണ്ട് വന്നില്ല, നിങ്ങൾക്കാരോ ഫോൺ ചെയ്തില്ല എന്ന് പറഞ്ഞൊക്കെയല്ലേ നിങ്ങൾ വിഷമിച്ച് പിണങ്ങിയിരിക്കുന്നത്? ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ മാധ്യമങ്ങളിലോ തെരുവോരങ്ങളിലോ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾക്കെതിരെ സംസാരിച്ചെന്നറിഞ്ഞാൽ നിങ്ങളുടെ തല നിറച്ചു അതായിരിക്കും. 5000-4000 കമന്റുകളൊക്കെ ഒറ്റ സെക്കൻഡിൽ ആളുകൾ പാസ്സാക്കുമ്പോൾ, വായി വന്ന ചീത്തയൊക്കെ വിളിക്കുമ്പോൾ, ഇവനൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്തൊക്കെ പറയാവോ അതൊക്കെ പറയുമ്പം ഇപ്പോഴും ഞാൻ സന്തോഷത്തോടെ എന്റെ കർത്താവിനെ പ്രസംഗിക്കുക. എനിക്കറിയാം എന്റെ ബോസിനെ, എനിക്കറിയാം എന്റെ യജമാനനെ, എനിക്കറിയാം എന്റെ അപ്പായെ, എനിക്കറിയാം എന്റെ ദൈവത്തെ. പിന്നെ നിങ്ങളൊക്കെ തരുന്ന കുറച്ച് ബഹുമാന സ്നേഹമൊക്കെ ഇല്ലേ, നിങ്ങളൊക്കെ കാണിക്കുന്ന കുറച്ച് ബഹുമാന സ്നേഹം, അതൊക്കെ ഞാനൊരു ബോണസായി കാണുകയാണ്. ഹല്ലേലൂയ. ഇതൊന്നും ഇല്ലെങ്കിലും എനിക്കറിയാം എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. കൃത്യസമയത്ത് എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, കരുതുന്നൊരു കർത്താവ്, മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഒരു പരിചയമില്ലാത്ത വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. റേച്ചലിനെ ഓർത്ത കർത്താവ്, ഹന്നായെയും എൽക്കാനെയും ഓർത്ത കർത്താവ്, അബ്രഹാമിനെ ഓർത്ത കർത്താവ്, നോഹയെ ഓർത്ത കർത്താവ്, ക്ലയോപ്പാവിനെയും തന്റെ ഭാര്യയായ മറിയത്തെയും ഓർത്ത കർത്താവ് നിങ്ങളെയും ഓർക്കും. Jesus. Very glad.
Listen to me. I'm going to finish this session. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു, ദൈവത്തിന് വേണ്ടിയോ തൻ്റെ രാജ്യത്തിന് വേണ്ടിയോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം മറന്നു കളയില്ല. Amen. എത്ര പേര് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു? I request you, I humbly request you, ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവർ, ഈ ചർച്ചിലിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ചെറിയ കാര്യങ്ങളല്ല പലപ്പോഴും കർത്താവ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് എത്ര പേർക്ക് സ്നാനം കൊടുത്തേ? ടേക്ക് ദ മൈക്രോഫോൺ. 46 പേര് 46. അതിന്റെ തലയാഴ്ചയിൽ ഒമാനിൽ 20 പേർ സ്നാനപ്പെടുത്തുകയാണ്. അതിന് 2 ആഴ്ച മുമ്പ് കൊട്ടാരക്കരയിലും എറണാകുളത്തും കട്ടപ്പനയിലും തൃശ്ശൂരുമായി ആ ആഴ്ചകളിൽ, ആ വീക്കുകളിൽ നടന്ന മീറ്റിംഗിൽ 101 പേർ. Oh, hallelujah. Amen. Amen. ഹല്ലേലൂയ. Hallelujah. അനേകർ, പിശാചിന്റെ വായിക്കാതിരുന്ന അനേകർ, പാരമ്പര്യങ്ങളുടെ ബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോയ ആയിരങ്ങൾ, Amen. ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ കിടന്ന 10,000, സൗഖ്യമില്ലാതെ കിടന്നവർ, ഇവരെയൊക്കെ പൊട്ടിച്ച് പുറത്തെടുത്ത് യഥാർത്ഥമായ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ പൈശാചിക മണ്ഡലം ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ എതിരാ. പിശാചിന് ഇതൊട്ടും ഇഷ്ടല്ല. പിശാചിന് മാത്രമാണോ? ഇത് കേട്ടിട്ട് ദൈവമക്കളെന്ന് പറയുന്നവർക്ക് സഹിക്കുന്നില്ലല്ലോ. സഹിക്കുന്നുണ്ടോ? പിശാചിന് മാത്രമാണോ? പിശാചിന് മാത്രമല്ല, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ടവർക്ക് പോലും ഇത് സഹിക്കുന്നില്ല. അങ്ങനെയാണെ പിശാച് എന്തുമായിരിക്കും? അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അവിടെ ഇരിക്കുന്ന പ്രായമുള്ള അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് അമ്മച്ചിമാർ. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനെ കുറിച്ച് അറിയാം? അമ്മച്ചിമാരും അപ്പച്ചന്മാരുമാണ്. ഈ യു കെയിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പം, യു കെയിലും കാനഡയിലും ഒക്കെ മീറ്റിങ്ങിന് പോകുമ്പം യങ് കപ്പിളായിട്ടുള്ളവർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഷിജിനെയൊക്കെ പോലെ യങ് ആയിട്ടുള്ള, ക്രിസ്റ്റി പാസ്റ്ററെയൊക്കെ പോലെ, ഡോക്ടർ കരുടിനെയൊക്കെ പോലെ യങ് ആയിട്ടുള്ള കപ്പിൾ അവർ വന്നിട്ട് പറയും, ഞാൻ ചോദിക്കും, മക്കളെ നിങ്ങൾ നമ്മുടെ ചർച്ചയിൽ വരുന്നതാണോ? നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇല്ലില്ല, എൻ്റെ അമ്മച്ചി വിളിച്ചു പറഞ്ഞ് നാട്ടിൽ നിന്ന്, എൻ്റെ അപ്പച്ചൻ വിളിച്ചു പറഞ്ഞ് നാട്ടിൽ നിന്ന്, ടിനു പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഇവിടെ കാനഡയ്ക്ക് വരുന്നുണ്ട്, ഈ പ്രാർത്ഥനയ്ക്ക് വരാതിരുന്ന അമ്മച്ചി വഴക്കു പറയുമോ? അതിന് വന്നാണ്. അപ്പൊ ആരാ എന്നെ സ്നേഹിക്കുന്നത്? ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി നല്ല അപ്പന്മാരുണ്ട്, ഒത്തിരി സഹോദരിമാരും സഹോദരന്മാരും ഉണ്ട്, ഒത്തിരി നല്ല ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. I asking, I requesting your valuable prayers. മോനെ, എന്താ നമ്മുടെ യൂത്തിന്റെ മീറ്റിംഗ് നടക്കുന്നത്? When the youth meeting is happening in Cochin? ഓഗസ്റ്റ് 14, സെപ്റ്റംബർ 14, സോറി, സെപ്റ്റംബർ 14. എനിക്കിപ്പം ഞാൻ ഈ മെസ്സേജ് നോക്കിയത് ഓഗസ്റ്റ് ആയിട്ട്, സോറി, ഐ ആം വെരി സോറി, സെപ്റ്റംബർ 14 ലൈവിലുള്ളവരെന്നെ കാണുന്നു. പത്തനംതിട്ടയിലുള്ള എത്ര വയസ്സാ അനു ബ്രദറെ? 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ചെറുപ്പക്കാരെല്ലാം ഒന്ന് കൈവക്കി. 13 മുതൽ 30 വയസ്സ്. ഓൺലൈനിലുള്ളവർക്കും കൈവക്കാം. അതുകൊണ്ട് 70 വയസ്സുള്ള അമ്മച്ചി എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാൽ 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെന്ന് കൈ ഉയർത്തി. എല്ലാവരും ചെറുപ്പക്കാരാ, പക്ഷെ പ്രായം ഒരു നമ്പറാണ്. ആ നമ്പർ പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓരോന്ന് എഴുന്നേറ്റ് തന്നെ. സെപ്റ്റംബർ 14 ഒരു 1 ഡേ പ്രോഗ്രാം എറണാകുളം ജീസസ് ഈസ് എൽ എ ചർച്ചിൽ വെച്ച് നടക്കുകയാണ്. ഈ ലൈവിൽ എന്നെ കാണുന്നവർ, വീഡിയോയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ, 2024 സെപ്റ്റംബർ 14
രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെ പ്രത്യേകമായ ഒരു സ്പെഷ്യൽ യൂത്ത് കോൺക്ലേവ്, ഒരു യുവജന സമ്മേളനം എറണാകുളം തൈക്കുടത്തുള്ള ജീസസ് ഈസ് അലൈവ് ചർച്ചിൽ നടക്കുന്നു. നിങ്ങളെല്ലാവരെയും സ്വാഗതം. ഒത്തിരി ചെറുപ്പക്കാരെ കർത്താവ് ഒന്ന് സ്പർശിക്കും. ഒത്തിരി പേരെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽപ്പിക്കും. നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒത്തിരി വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് മറുപടി നൽകും. I invite you, I welcome you for this very special meeting, special youth conclave, September 14th in Cochin. God bless you. Congratulations. Please be seated. I'm going to finish this service. Thank you, Holy Spirit. 2 വാക്യങ്ങളോടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വാക്യം 28, 29 വായിക്കാം. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഓക്കെ, തൊട്ട് മുകളിൽ യേശു അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. 27-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളുടെ കൂടെ പാർക്കാം, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് അവർക്ക് കൊടുത്തു. 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇവർ ഒന്നിച്ച് സംസാരിച്ച് നടക്കുമ്പോൾ ഇവരുടെ ഗ്രാമത്തോടടുത്തു, ഇവരുടെ വീടിനോടടുത്തു. വാഹനം ഓടിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ വീടിനോട് അടുക്കുമ്പോൾ, നിങ്ങളുടെ വീടിന്റെ വളവാകുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ അറിയാതെ വീഴും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇതുപോലെ അവരുടെ പട്ടണത്തിലെത്തിയപ്പോൾ, അവരുടെ വീടടുത്തപ്പോൾ അവരുടെ വീട്ടിലേക്ക് അവർ ടേൺ ചെയ്തു, അവർ തിരിഞ്ഞു. ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, യേശു മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. യേശു, ആ വാക്യം ടിവിയിൽ നോക്കുക, അല്ലെ ബൈബിളിൽ നോക്കുക. യേശു മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഇതുവരെ കൂടെ നടന്നതാണ്, ഇതുവരെ ഒപ്പം സംസാരിച്ചതാണ്. പക്ഷേ അവരുടെ വീട്ടിലോട്ട് അവർ തിരിഞ്ഞപ്പോൾ കൂടെ നടന്ന മൂന്നാമനായ ക്രിസ്തു മുൻപോട്ട് പോയതല്ല, നിന്നെ വിട്ടിട്ട് പോകാൻ അവന് മനസ്സില്ല, അവൻ പോകുകയില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെല്ലാ കാലത്തും യേശുവിനുള്ള ഒരു കണ്ടീഷനാണ്. അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. 28-9 വാക്യത്തിൽ പറയുന്നു, അവരോ ഞങ്ങളുടെ കൂടെ പാർക്കാ, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു, അല്ലെങ്കിൽ വിളിച്ചു. അവരുടെ കൂടെ പാർക്കാൻ ചെന്നു. യേശുവിന് മാത്രമുള്ള എൻ്റെ കർത്താവ് ഭയങ്കര ഡീസന്റ് ആണ്. വിളിക്കാത്തടുത്ത് പോകാറില്ല. വിശ്വസിക്കാത്തവന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാറുമില്ല. ഒന്ന് ശബ്ദം ഉയർത്തി പറയാം, എന്റെ യേശു കർത്താവ് എക്സ്ട്രാ ഡീസന്റ് ആണ്. വിളിക്കാത്തടുത്ത് പോകാറില്ല. വിശ്വസിക്കാത്തവന് വേണ്ടി ഇങ്ങനെ ഒന്ന് കാണിച്ച് ഒന്നും ചെയ്യാറില്ല. അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. വേണമെങ്കിൽ കൂടെ കയറി പോയാൽ പോരായിരുന്നോ? ഇല്ലില്ല. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടും, പക്ഷേ എന്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറക്കണം. ഖാനാവിലെ കല്യാണത്തിൽ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു, വിളിച്ചു. വിളിക്കാത്തടുത്ത് പോകാറില്ല. വിശ്വസിക്കാത്തതിന് വേണ്ടി പ്രവർത്തിക്കാറില്ല. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് യേശുവേ ഒന്ന് വാ തുറന്ന് വിളിച്ചാൽ, ശബ്ദമുയർത്തി ഒന്ന് വിളിച്ചാൽ, അവൻ നിന്റെ ഭവനത്തിൽ വരും. ഇനി ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. അവൻ ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. അവർ വിളിച്ചതിനാൽ അവൻ ആ വീട്ടിൽ ചെന്നു.
ഈ ശരീരം, ബ്രദറെ സിസ്റ്ററെ കേൾക്കുന്നോ? നിന്റെ ഈ ശരീരം ഇല്ലേ, എന്റെ നിങ്ങളുടെ ശരീരം ഇല്ലേ, ഇത് ദൈവത്തിന്റെ വീടാണ്. Amen. ഇത് മന്ദിരമാണ്. Yes. ഈ മന്ദിരത്തിലേക്ക് വരാൻ, ഇതിനകത്തേക്ക് വരാൻ ഇന്ന് നീ യേശുവിനെ ക്ഷണിക്കണം. Yes. നിന്നെ നയിക്കാൻ നീ ക്ഷണിക്കണം, വിളിക്കണം. ഹല്ലേലൂയ. Hallelujah. ബൈബിൾ പറയുന്നു, യേശു കർത്താവ് ആ വീട്ടിലെത്തി അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് നുറുക്കി, വാക്യം 30, അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. Amen. 31 വാക്യം, ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. Amen. അവർ പറയുന്നു, അവൻ വഴിയിൽ നമ്മോട് തിരുവെഴുത്തുകളെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം നമ്മളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അടുത്ത വാക്യം കൂടെ നോക്കിക്കോ. അന്ന് തന്നെ, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. Are you with me? Yes. I am coming to you, my children of God. Amen. Hallelujah. 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 Sit. Listen. അവരുടെ ഭവനത്തിലെത്തി യേശു കർത്താവ് ആ ഭക്ഷണമേശയിൽ അപ്പം എടുത്തു നുറുക്കി അവരുടെ മുമ്പിലേക്ക് നീട്ടി. Thank you, Holy Spirit. അവൻ അപ്പം എടുത്തു നുറുക്കി അവരുടെ മുൻപിലേക്ക് നീട്ടി. Amen. യേശു കൊടുത്ത ആ ബ്രെഡ്, യേശു കൊടുത്ത ആ അപ്പം നുറുക്ക് എനിക്കെങ്ങും വേണ്ട. ഞാൻ ഇന്ന പള്ളിക്കാരനാ, എനിക്കെങ്ങും വേണ്ട. ഞാൻ ഇന്ന മതക്കാരനാ, അത് നിന്റെ കൈ വെച്ചാൽ മതി, എനിക്കെങ്ങും വേണ്ട എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണ് തുറക്കില്ല. ഇന്നും അവൻ നിന്റെ മുമ്പിലേക്ക് വിളമ്പുന്ന ഈ വചനമാകുന്ന അപ്പം Yes. നീ സ്വീകരിച്ചാൽ, Amen. നീ വാങ്ങി ഭക്ഷിച്ചാൽ Amen. നിന്റെ കണ്ണ് തുറക്കും. Hallelujah. നീ അറിയേണ്ടവനെ അറിയും, Amen. നീ കാണേണ്ടവനെ കാണും. Amen. ഓ, നിനക്ക് തിരിച്ചറിവുകൾ ലഭിക്കും. കരമടിച്ച് കർത്താവിനെ ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. Hallelujah. Thank you, Jesus. I am telling truth. I am telling truth. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു, ജീവന്റെ വചനം, Amen. മന്ന, അപ്പം ഈ ഞായറാഴ്ച പകലിലും കർത്താവ് അങ്ങോട്ട് നുറുക്കി അനുഗ്രഹിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരുമ്പോൾ അതിനെ അങ്ങ് തള്ളിക്കളയാതെ, മതം പറയാതെ, പാരമ്പര്യം പറയാതെ നീ അതിനെ അങ്ങ് സ്വീകരിച്ചാൽ നിന്റെ കണ്ണ് തുറക്കും. നീ അവനെ കാണും, നീ അവനെ അറിയും, നീ അവനെ കാണും, നീ അവനെ അറിയും. സ്വീകരിക്കുക, സ്വീകരിക്കുക. I will receive it. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. അവൻ അവരുടെ കണ്ണ് തുറന്നു. Amen. Today, my Jesus can open Amen. your spiritual eyes. Yes. Yes. ആത്മതലങ്ങളിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ ഇപ്പോൾ ജഡത്തിൽ നിൽക്കുന്ന ക്രിസ്തു അല്ലത്. ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു ക്രൂശിതനായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ആത്മതലങ്ങളിൽ നിൽക്കുന്ന ക്രിസ്തുവാണ്. Yes. ആ ക്രിസ്തുവിനെ കാണാൻ ഈ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് സാധ്യമല്ല. Amen. He will open your spiritual eyes. ആത്മകണ്ണുകളെ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൂതന്മാരെ കാണാൻ, സ്വർഗീയമായത് കാണാൻ. Heavenly realms. Heavenly realms. Yes. In the name of Jesus. I will receive it. ഇത് ചുമ്മാ പറയല്ല ഞാൻ. ഇത് ഈ ദിവസങ്ങളിൽ ഭയങ്കരമായി, Amen. Yes. ഭയങ്കരമായി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. Amen. ചെറിയ രീതിയിലല്ല.
ഞാനും സാമശാനും പ്രീതി ആന്റി, ഞങ്ങള് ലിബിയും, ഞങ്ങൾ 4 പേര് ഇന്നലെ അടൂര് ഒരു ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീ, ഒരു സഹോദരി അവിടെ ഫുഡ് കൊണ്ടുവച്ചു. വെച്ചിട്ട് അവര് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഡീൽ ചെയ്തതെല്ലാം വേറെ 2 സഹോദരന്മാരാ. ഞാൻ ഇവർക്ക് 2 പേരോടും എങ്ങനെയാണ് നമ്മൾ സ്പിരിച്വൽ റിലങ്ങളെ കാണുന്നത്, ഒരാളുടെ പേരെങ്ങനെയാണ് നമ്മൾ കാണുന്നത്, നമുക്ക് എങ്ങനെയാണ് അത് കേൾക്കാൻ പറ്റുന്നത്, എൻ്റെ ആത്മീക മക്കളെ ഞാനത് പഠിപ്പിക്കുകയാണ്. ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ ഇവിടെ ഫുഡ് കൊണ്ടുവച്ചിട്ട് പോയ ആ സഹോദരിയെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്ത് തോന്നുന്നു? അവർക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ എന്നോട് ആത്മ പറയുകയാണ്, അവരുടെ പേര് എന്തായിരുന്നു? ഷീജ എന്നാണ്. ഏറ്റവും അവസാനം ആ വെയിറ്റർ സഹോദരൻ വന്ന് ഫുഡെല്ലാം എടുക്കുന്ന സമയത്ത് ഞാൻ സമച്ചാനും പ്രീതി ആന്റി ഉണ്ട്. ഞങ്ങൾ ചുമ്മാ ഈ സഹോദരൻ ചോദിച്ചു, മോനെ ഞങ്ങൾക്ക് ഈ ഫുഡെല്ലാം കൊണ്ടുവച്ചിട്ട് പോകുന്ന സഹോദരി, അത് പുള്ളിക്കാരിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പുള്ളിക്കാരി വീട്ടിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ല, അവരുടെ പേരാ, അവരുടെ പേര് ഷീജ എന്നാണ്. സാക്ഷികളോട് നിപ്പുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് ഭയങ്കരമായി എക്സ്പീരിയൻസ് ചെയ്യാണ്. ഒരാളരികിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ഒരാളുടെ മേളിൽ കൈവെക്കുമ്പോൾ, ഒരാളെ നോക്കുമ്പോൾ കർത്താവ് സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആക്കുകയാണ്. ആത്മതലങ്ങളെ കാണാൻ എലീശ തന്റെ കൂടെ നിന്ന തന്റെ ശിഷ്യനായ ഗേഹസിയുടെ കണ്ണു തുറന്നു. അവൻ താഴ്വരയിലുള്ള അശ്വരഥങ്ങളെയും സൈന്യങ്ങളെയും കണ്ടു. ബൈബിൾ പറഞ്ഞു, യേശു അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ അറിഞ്ഞു. ഇതുവരെ നീ അറിയാതിരുന്ന ചിലത് അറിയാൻ, ഇതുവരെ നീ കാണാതിരുന്നത് ചിലത് കാണാൻ, ഇതുവരെ നിനക്ക് റിവീലാകാത്ത ചിലത് റിവീലാകാൻ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവിന് നിന്റെ കണ്ണുകളെ തുറക്കാൻ കഴിയും. അവൻ അവർക്ക് അപ്രത്യക്ഷമായി. എനിക്ക് പത്തനംതിട്ടയോട് ലൈവിലുള്ളവരോട്, എൻ്റെ പ്രിയ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, ഈ ശുശ്രൂഷയെ വളരെ സ്നേഹിക്കുന്ന ആത്മീയ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അതിനകത്തെ ആ ഒരൊറ്റ വേർഡാണ്, അവർ അവനെ അറിഞ്ഞു. യേശുവിനെ അറിയുക. യേശുവിനെ അറിയേണ്ട വേണം അറിയുക. വേർഡ് 32. അന്നു തന്നെ ആ വഴിയിൽ നമ്മോട് സംസാരിച്ചവൻ തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? 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 ആ നാഴികയിൽ തന്നെ ഇതൂടെ പറഞ്ഞ് നിർത്താൻ പോവാ. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. വാക്യം 33 എഴുതിയിരിക്കുന്നു. ഇങ്ങോട്ട് വരാൻ 11 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ എത്ര കിലോമീറ്റർ ആണ്? അപ്പൊ ഒരു ദിവസം ഈ കുടുംബം എത്ര കിലോമീറ്റർ നടന്നു? ആ നാഴികയിൽ അന്ന് തന്നെ 22 കിലോമീറ്റർ ഒരു ദിവസം നടക്കാനുള്ള എനർജി, കരുത്ത് അവൻ പറഞ്ഞ വാക്കുകൾക്കകത്തുണ്ടായി.
നിന്റെ ആത്മാവിൽ തീ പിടിപ്പിക്കുകയാണ്. നിന്റെ അസ്ഥികളെ അത് ബലപ്പെടുത്തുകയാണ്. അവന്റെ വചനം നിന്റെ അസ്ഥികളിൽ തീ പിടിപ്പിക്കുകയാണ്. അവന്റെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുകയാണ്. അവന്റെ ശബ്ദം വൃക്ഷത്തിന്റെ തോൽ ഉരിക്കുകയാണ്. അവന്റെ ശബ്ദം മാൻ പേടകളെ പ്രസവിക്കുമാറാക്കുകയാണ്. His voice. His voice. Rakadamama. The demonic realm is trying to discourage you. The demonic realm is trying to destroy you. God is word, His voice. Strengthen your spirit, your mind, your body. In the name of Jesus. Listen, this message is very important. Just a moment. ഒന്നെങ്കിൽ എല്ലാവരും എഴുന്നേൽക്ക്. Please stand everyone. I'm going to finish. Sister, brother, നിങ്ങൾ എന്നെ കേൾക്കുന്നോ?